ഉള്ളം കൈയിലേക്ക് വന്ന 2 രാജ്യസഭാ സീറ്റുകൾ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇങ്ങനെ പോയാൽ പണി നിർത്തുന്നതാണ് നല്ലത്. ബി.ജെ.പിയുടെ കുതിരക്കച്ചവടം തകർത്തെറിയാൻ കഴിയാതെ നോക്കി നിൽക്കാൻ വിധിക്കപ്പെട്ടൊരു പാർട്ടിയായി കോൺഗ്രസ് ദേശീയ തലത്തിൽ മാറുകയാണ്. ഇതിൽ നിന്ന് മോചനമുണ്ടായില്ല എങ്കിൽ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും കോൺഗ്രസിൻ്റെ കാര്യം കഷ്ടമാകും. കൂടെ നിൽക്കുന്ന NCPയും ഉദ്ധവ് ശിവസേനയും തൃണമൂൽ കോൺഗ്രസും എല്ലാം തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു. ഒരുപക്ഷെ അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടിയും BJPയുടെ കുതിരക്കച്ചവടത്തിൽപ്പെട്ട് കൈവിട്ടു പോയാൽ ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് കോൺഗ്രസ് മാത്രമായി തീരും. നമുക്കറിയാം, ഇന്ത്യൻ ജനാധിപത്യം ഏറ്റവും വലിയൊരു ഭീഷണിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പണവും പദവിയും വാഗ്ദാനം ചെയ്താൽ നിന്ന നിൽപ്പിൽ നിന്ന് കൂറുമാറുന്ന ജനപ്രതിനിധികൾക്ക് മൂക്കുകയറിയിടാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇന്ത്യൻ ജനാധിപത്യം പണാധിപത്യമായി മാറുമെന്ന് നരേന്ദ്രമോദിയും BJPയും അടിവരയിട്ട് കഴിഞ്ഞു. 75 വർഷത്തിലധികം പഴക്കമുള്ള ഇന്ത്യൻ ഭരണഘടനയും ജനാധിപത്യവും BJPക്കാരൻ്റെ കുതിരക്കച്ചവടത്തിന് മുന്നിൽ തകർന്നു വീഴുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ തകർന്നില്ലാതാകുന്നത് ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം കൂടിയാണ്. നമ്മുടെ രാജ്യം നെറ്റിപ്പട്ടം പോലെ കൊണ്ടു നടക്കുന്ന ഈ ജനാധിപത്യവും മതേതരത്വവും ഇല്ലാതായാൽ ഈ ഇന്ത്യ എന്ന 2 അക്ഷരം വെറും കോമാളി രാജ്യമായി ലോകത്ത് മാറും. അത് പകുതി മാറിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. BJP എന്ന പാർട്ടി ഉദയം ചെയ്തത് തന്നെ ഈ രാജ്യത്തിൻ്റെ മഹത്വം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. മഹത്തായ പാരമ്പര്യവും അതിൻ്റെ പേരിലുള്ള തലയെടുപ്പും ഇന്ത്യക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഇവിടെ പറയാൻ കാരണം കഴിഞ്ഞ ദിവസം നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ്. ജാർഖണ്ഡ് എന്ന ഇന്ത്യ മുന്നണി ഭരിക്കുന്ന സംസ്ഥാനത്ത് പോലും നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൈവിട്ടതിൻ്റെ ഞെട്ടലിൽ നിന്ന് കോൺഗ്രസ് വിട്ടുമാറിയിട്ടില്ല. അതുപോലെ തന്നെ മധ്യപ്രദേശിൽ ഉറച്ച ഒരു സീറ്റ് കൈവിട്ടതിൻ്റെ ഞെട്ടലിൽ നിന്നും കോൺഗ്രസ് മുക്തമായിട്ടില്ല. അതായത് 81 അംഗ ജാർഖണ്ഡ് നിയമസഭയിൽ JMMും കോൺഗ്രസും ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യത്തിന് വ്യക്തമായ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ക്രോസ് വോട്ടിങ്ങും അസാധുവും വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് വോട്ടെടുപ്പ് അട്ടിമറിച്ച BJP അവിടെ വിജയിച്ചു വന്നു. ആ സഖ്യത്തിന് ഇരട്ട പ്രഹരമാണ് BJP ഏൽപ്പിച്ചത്. NDA പിന്തുണയുള്ള സ്വതന്ത്രനും റിലയൻസ് കമ്പനിയുടെ എക്സിക്യൂട്ടീവുമായ പരിമൾ നാഥവാനിയാണ് 2ാമത്തെ സീറ്റ് അവിടെ സ്വന്തമാക്കിയത്. ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണിക്ക് 56 MLAമാരാണുള്ളത്. ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്ക് 34, കോൺഗ്രസിന് 16, രാഷ്ട്രീയ ജനതാദളിന് 4, CPMLന് 2 അടക്കം 56 സീറ്റുകൾ. BJPക്കും NDAയിലെ സഖ്യകക്ഷികളുടെയും ഒക്കെ മൊത്തം അംഗബലം എന്ന് പറയുന്നത് വെറും 24 MLAമാരാണ്. ജാർഖണ്ഡ് ലോക് താന്ത്രിക് ക്രാന്തികാരി മോർച്ചയ്ക്ക് 1 MLA ഉണ്ട്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ 28 വോട്ടാണ് വേണ്ടത്. ഇതനുസരിച്ച് ഇന്ത്യ മുന്നണിയിലെ JMM സ്ഥാനാർത്ഥി വൈദ്യനാഥ് റാമും അതുപോലെ കോൺഗ്രസിലെ പ്രണവ് ഛായും തിരഞ്ഞെടുക്കപ്പെടേണ്ടവരായിരുന്നു. അവർ രാജ്യസഭാ MPമാരായതുപോലെ തന്നെയായിരുന്നു. 56 MLAമാരിൽ 28 പേർ വീതം 2 പേർക്കും വോട്ട് ചെയ്താൽ മതിയായിരുന്നു. NDA സ്ഥാനാർത്ഥി സഖ്യത്തിൻ്റെ അംഗബലത്തേക്കാൾ 4 വോട്ട് അധികം കിട്ടിയാലേ ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. വൈദ്യനാഥിന് 30 വോട്ട് കിട്ടി. അതേസമയം പ്രണവ് ഛായ്ക്ക് ലഭിച്ചത് 20 വോട്ടുകൾ മാത്രം. 8 വോട്ടിൻ്റെ കുറവാണ് അവിടെ സംഭവിച്ചത്. ഒരുപോലെ 28 എന്ന ക്രമത്തിൽ വരേണ്ടുന്നത് 30-20 എന്ന ക്രമത്തിലേക്ക് മാറി. NDA സ്ഥാനാർത്ഥിക്ക് 28 വോട്ടാണ് കിട്ടിയത്. അവർ വിജയിച്ചു വന്നു. പ്രതീക്ഷിച്ചതിനേക്കാൾ 4 എണ്ണം കൂടുതൽ. 3 വോട്ട് അസാധുവായി. ചുരുങ്ങിയത് 5 ഇന്ത്യ മുന്നണി MLAമാരെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകുന്നതിന് പകരം കൂറുമാറി BJP പിന്തുണയുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസിൻ്റെ 1 MLAയുടെ വോട്ട് അസാധുവുമായി. ആദ്യം ജയിച്ച സ്ഥാനാർത്ഥിക്ക് 20 വോട്ട് വേണ്ടിടത്ത് 30 വോട്ടുകളാണ് കിട്ടിയത്. അങ്ങനെ ആവശ്യത്തിലേറെ കിട്ടിയ 2 വോട്ടുകളും കോൺഗ്രസിനാണ് തിരിച്ചടിയായത്. ഇതോടെ 2 BJP MLAമാരുടെ വോട്ടു അസാധുവായിട്ട് പോലും നാഥവാനി എന്ന NDA സ്വതന്ത്രൻ ജയിക്കാൻ സാധിച്ചു. RJD CPML പാർട്ടികളുടെ MLAമാരാണ് ഇങ്ങനെ കൂറുമാറിയത് എന്ന് കോൺഗ്രസ് പറയുന്നു. ഇനി ആരുടെ വോട്ടുകൾ കൂറുമാറിയാലും ഇന്ത്യ മുന്നണിയിൽ വിള്ളൽ വീണിരിക്കുന്നു. ആ വിള്ളൽ അടക്കാതെ ഇനി എത്ര പ്രചരണം നടത്തിയിട്ടും കാര്യമില്ല. സുഖമായി ജയിച്ചു വരേണ്ടുന്ന സീറ്റുകളിൽ പോലും അലംഭാവം കാണിക്കുകയും ആ സമയം നോക്കി BJP പണം വാരിയെറിഞ്ഞ് വിജയിക്കുകയും ചെയ്യുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ കോൺഗ്രസിന് കഴിയുന്നുള്ളൂ. ജാർഖണ്ഡിൽ ഇങ്ങനെയാണ് കോൺഗ്രസ് തോറ്റതെങ്കിൽ തൊട്ടടുത്ത മധ്യപ്രദേശിൽ
ജയമുറപ്പിച്ച സീറ്റിൽ സ്ഥാനാർത്ഥി പത്രിക തന്നെ തള്ളിയതോടെയാണ് തോറ്റുപോയത്. പകരം ഒരാളെ മുൻകൂട്ടി കണ്ടെത്തുവാനോ അല്ലെങ്കിൽ പത്രിക പരിശോധിച്ച് ആ പരിശോധന നടത്തി സമർപ്പിക്കാനോ കഴിയാത്ത ഈ കോൺഗ്രസ് നേതൃത്വമാണ് ഇനി രാജ്യം ഭരിക്കാൻ തിരക്കുകൂട്ടുന്നത് എന്ന് പറയുമ്പോൾ തമാശ തോന്നുന്നു. ഏതായാലും ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. കോൺഗ്രസിൻ്റെ പട്ടികയിൽ വന്ന 2 രാജ്യസഭാ സീറ്റുകളാണ് BJP തട്ടിയെടുത്തത്. അതിനുത്തരവാദി ഒന്നാമതായി കോൺഗ്രസ് നേതൃത്വം തന്നെയാണ്. അത്തരം നീക്കങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഈ പണിക്ക് നിൽക്കണ്ട. 4 സീറ്റുകൾ മാത്രം ജയിക്കാൻ കഴിയുമായിരുന്ന കർണാടകത്തിൽ 5 MLC-മാരെ ജയിപ്പിച്ചെടുത്ത DK ശിവകുമാറിനെ പോലെയുള്ള നേതാക്കളെ പാർട്ടി ചുമതല ഏൽപ്പിക്കേണ്ടി വരും. എല്ലാം നഷ്ടപ്പെട്ടിട്ട് പിന്നെ വാവിട്ട് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല.